മുല്ലപ്പെരിയാർ ഡാം തകരുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ പലതും ഉയരുന്നുണ്ട്. അവ ഇങ്ങനെയാണ്: നിലവിലുള്ള ഡാമിന് താഴെ പുതിയൊരു അണക്കെട്ട് പണിയുക, നിലവിലുള്ള ഡാമിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക, നിലവിലുള്ള ഡാമിനെ ജലനിരപ്പ് കുറച്ച് തടയിണയാക്കി നിലനിർത്തിക്കൊണ്ട് അപകട സാധ്യത കുറയ്ക്കുക, ജലനിരപ്പ് കുറയ്ക്കുന്നതിനനുസരിച്ച് തമിഴ്നാടിന് ജലലഭ്യത ഉറപ്പുവരുത്തുവാൻ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുവാൻ ആവശ്യമായ പുതിയ ടണലുകൾ നിർമ്മിക്കുക, മുല്ലപ്പെരിയാറിലെ വെള്ളം ഇടുക്കിയിൽ സംഭരിക്കുക, അവിടെ നിന്നും പുതിയ ടണൽ മാർഗം തമിഴ്നാടിന് വെള്ളം നൽകുക, മുല്ലപ്പെരിയാർ ഡാം നിർജ്ജീവമാക്കുക. എന്നാൽ ഇതിനെല്ലാം എതിർപ്പ് കേരളത്തിൽ നിന്നു തന്നെയുണ്ട്. സുപ്രീം കോടതിയുടെ ഉന്നതാധികാര സമിതിയിൽ ജസ്റ്റിസ് കെ ടി തോമസ് അംഗമായിരുന്നു. അദ്ദേഹം പറയുന്നത് ഡാമിന് വേണ്ടത്ര സുരക്ഷയുണ്ടെന്നാണ്. ഇത്തരം വാദങ്ങൾ തമിഴ്നാടിന് കരുത്തു പകരും എന്നതാണ് യാഥാർത്ഥ്യം. ചെന്നൈയിലുണ്ടായ പേമാരിയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് രാജ്യത്തും രാജ്യാന്തര തലത്തിലുമുള്ള വിദഗ്ധന്മാരെ ഉൾപ്പെടുത്തി പുതിയ പഠനം നടത്തണമെന്നും ഈ പ്രശ്നത്തിൽ ഇരു സംസ്ഥാനങ്ങളെയും യോജിപ്പിലെത്തിക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആവശ്യമുന്നയിച്ച സാഹചര്യത്തിൽ ജസ്റ്റിസ് കെ ടി തോമസിന്റെ പ്രസ്താവന കേരളത്തിന്റെ ശ്രമങ്ങളെ പരാജയപ്പെടുത്താനുള്ള നീക്കം എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. ചെന്നൈയിൽ ഒറ്റ ദിവസം കൊണ്ട് 30 സെന്റിമീറ്റർ മഴ പെയ്യുകയുണ്ടായി. ഡൽഹി IIT നടത്തിയ പ്രളയ സാധ്യതാ പഠനത്തിൽ ഒരു ദിവസം കൊണ്ട് മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് 60 സെന്റിമീറ്റർ മഴയുണ്ടാകാൻ സാധ്യത നിലനിൽക്കുന്നതായും അങ്ങനെ സംഭവിച്ചാൽ അണക്കെട്ട് കവിഞ്ഞൊഴുകി അത് തകരുമെന്നും അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൗമവിദഗ്ധന്മാരുടെ പഠനത്തിലും ഡൽഹി IITയുടെയും റൂറൽ IITയുടെയും പഠനത്തിൽ ഇവിടെ തെളിഞ്ഞതാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭൗമശാസ്ത്ര വിദഗ്ധൻ ജോൺ മത്തായി അദ്ദേഹം ആവർത്തിച്ച് ഇവിടെ പഠനം നടത്തി. ഇപ്പോൾ പോലും ഈ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഭൂകമ്പ സാധ്യതയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള പ്രഭവ കേന്ദ്രമായി വെഞ്ഞാറമൂട് എന്ന് പറയുന്ന മുല്ലപ്പെരിയാറിന് ഏതാണ്ട് 15-20 കിലോമീറ്ററിനുള്ളിലുള്ള ഒരു പ്രദേശമാണ്. അത് ഉപ്പുതറയോടും നമ്മുടെ ഇടുക്കി ഡാമിനോടും മുല്ലപ്പെരിയാർ ഡാമിനോടും ചേർന്ന് മലങ്കര ഡാമിൻ്റെ സെൻട്രലായി തന്നെയാണ് ഇതുണ്ടാകുന്നത്. മാത്രമല്ല റിക്ടർ സ്കെയിലിൽ 4 വരുന്ന ഒരു ചെറു ചലനത്തെ പോലും മുല്ലപ്പെരിയാറിന് താങ്ങുവാൻ കഴിയില്ല എന്നുള്ള ഒരു സാങ്കേതികത്വം പറയുമ്പോൾ മുല്ലപ്പെരിയാറിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 100-നും 50-നും ഇടയ്ക്കുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഭൂഗർഭ അറയുണ്ടാക്കി വൂഫർ ഡാമുകൾ വഴി വൂഫർ തുരങ്കം ഉപയോഗിച്ച് ഈ വെള്ളം തമിഴ്നാട്ടിലെത്തിച്ച് ആ വെള്ളം സൂക്ഷിക്കാനുള്ള മനസ്സ് തമിഴ്നാടും കൊടുക്കാനുള്ള മനസ്സ് കേരളവും കാണിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന്. കേരളത്തിൽ മുല്ലപ്പെരിയാർ പ്രശ്നം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം തുലാവർഷവും കനക്കുന്നൊരു സമയത്താണ്. ആ സമയത്ത് ഒരു വൂഫർ ഡാം എന്നുള്ള സാങ്കേതികത്വത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കുവാൻ കഴിയില്ല. മാത്രമല്ല അതൊന്നും ടെക്നിക്കലായിട്ട് തെളിയിച്ചിട്ടുള്ളതുമല്ല. നമ്മുടെ പഠനങ്ങളെല്ലാം ഭൗമശാസ്ത്രജ്ഞന്മാരുൾപ്പെടെയുള്ള ഡൽഹി IITയും റൂർക്കി IITയും ഒക്കെ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു ഭ്രംശപാളികളിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ്. അത് ഏത് സമയത്തും അതിന് എന്തെങ്കിലുമൊക്കെ ആ ഭ്രംശപാളികളിൽ എന്തെങ്കിലും അപജയം സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഡാമിന് ശക്തമായ ബലഹീനത ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മുടെ പഠനങ്ങളിൽ കൂടി തെളിഞ്ഞാണ്. 1924 മൂന്നാർ മേഖലയിൽ 60 സെന്റിമീറ്റർ മഴ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി പഠിക്കുവാനായി സുപ്രീം കോടതി നിയമിച്ച സമിതിയിലേക്ക് കെ ടി തോമസിനെ നിർദ്ദേശിച്ചത് കേരളമാണ്. എന്നാൽ ഡാമിനെ പറ്റിയുള്ള കേരളത്തിന്റെ വാദങ്ങളും ആശങ്കകളും എന്താണെന്ന് ഇതുവരെ കെ ടി തോമസ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് കേരളത്തിന്റെ വാദം. 2011 ബഹുമാനപ്പെട്ട കെ ടി തോമസിനെ കേരളത്തിന്റെ കാര്യങ്ങൾ പഠിക്കുന്ന ഉന്നതാധികാര സമിതിയുടെ ചെയർമാനായി നിയോഗിക്കുമ്പോൾ അന്ന് ഞങ്ങൾ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ജോയി അച്ഛനും ഞങ്ങളുടെ പ്രധാനപ്പെട്ട സമരസമിതിയുടെ പ്രവർത്തകരടക്കം അദ്ദേഹത്തെ കാണുവാൻ അവിടെ ചെല്ലുന്നു. അന്നാണ് അദ്ദേഹത്തിന് ഈ ഓർഡർ വരുന്നത്. ആ സമയത്ത് അദ്ദേഹം ഫോൺ എടുത്തിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്തായാലും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിക്കപ്പെടാൻ പോവുകയാണ്, കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് എന്നെയാണ് വെച്ചിരിക്കുന്നത്, അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് കെ ടി തോമസ് പറഞ്ഞത് ഞങ്ങൾ ഇന്നും ഓർക്കുന്നു. ആ പറഞ്ഞ കെ ടി തോമസ് തന്നെ ആർക്കു വേണ്ടിയിട്ടാണ് തമിഴ്നാട് പോലും വാദഗതികൾ ഉന്നയിക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് നിയമ സംവിധാനങ്ങളെ വളച്ചൊടിക്കുന്നതിൽ ബഹുമാനപ്പെട്ട കെ ടി തോമസ് കേരളത്തിൻ്റെ മുന്നിൽ കാണിക്കുന്ന ഈ അപഹാസ്യത വളരെ വിഷമമുണ്ടാക്കുന്നുണ്ട്. ഉന്നതാധികാര സമിതിയിൽ തമിഴ്നാടിൻ്റെ പ്രതിനിധിയായി ജസ്റ്റിസ് ലക്ഷ്മണയും ഉണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റിസ് ലക്ഷ്മണ ആ ഉന്നതാധികാര സമിതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്, ഞാൻ തമിഴ്നാടിൻ്റെ പ്രതിനിധിയാണ്, തമിഴ്നാടിന് വേണ്ടി വാദിക്കേണ്ടതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന് അസന്നിഗ്ധമായി സംശയരഹിതമായി പറഞ്ഞപ്പോഴും കേരളത്തിലെ ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞത് ആ സ്ഥാനത്തെത്തുന്നതുവരെ അദ്ദേഹം കേരളത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും ആ സ്ഥാനത്തെത്തി 5-അംഗ ഉന്നതാധികാര സമിതിയിലെ അംഗമായതിനു ശേഷം ഞാൻ ജസ്റ്റിസാണ് എന്ന് ധാർഷ്ട്യത്തോടെ പറയുക മാത്രമല്ല തമിഴ്നാടിന് അനുകൂലമായി മുഴുവൻ
തീരുമാനങ്ങൾ എടുക്കുകയും അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്ത, കേരളത്തെ ഒറ്റിക്കൊടുത്ത, കേരളം കണ്ടതിൽ ഏറ്റവും വലിയ കേരളത്തിൻ്റെ ശത്രുവാണ് ഈ ജസ്റ്റിസ് കെ ടി തോമസ് എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്ന് ജസ്റ്റിസ് കെ ടി തോമസ് അന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിനകത്ത് വെറുതെ ബാലിശമായി ഈ ഡാം 100 വർഷത്തേക്ക് നിലനിൽക്കും എന്ന് പറയുക മാത്രമല്ല, ഈ ഡാമിൻ്റെ അടിത്തട്ടിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് മാറ്റി 100 മീറ്റർ മുകളിൽ വെച്ച് ഒരു തുരങ്കം ഉണ്ടാക്കി തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കാം എന്ന് പറഞ്ഞ് ഒരിക്കലും ആരും ആവശ്യപ്പെടാത്ത ഒരു പ്രപ്പോസൽ വരെ വെച്ച ആളാണ് കെ ടി തോമസ്. അതിശക്തമായ മഴ തുടർന്നാൽ ഡാം നിറഞ്ഞു കവിയും നിലം പതിക്കും എന്നുള്ളതാണ് ഡൽഹി IIT പഠനം വ്യക്തമാക്കുന്നത്. ഇക്കാര്യങ്ങൾ ഉന്നതാധികാര സമിതിയിൽ അവതരിപ്പിക്കുന്നതിന് കേരളത്തിന്റെ അഭിഭാഷകർക്ക് അവസരമൊരുക്കണമെന്ന് പലതവണ കെ ടി തോമസിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. IIT റൂർക്കിക്ക് വേണ്ടി പഠനം നടത്തിയ ഡോക്ടർ DK പോളിനെ ഉന്നതാധികാര സമിതിയിൽ വിസ്തരിക്കണമെന്നും കേരളം കെ ടി തോമസിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളുവാനോ കേരളത്തിന്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുവാനോ അദ്ദേഹം തയ്യാറായില്ല. ഉന്നതാധികാര സമിതിയിൽ കെ ടി തോമസ് സ്വീകരിച്ച നിലപാടാണ് സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ വാദങ്ങളെ ബലഹീനമാക്കിയത് എന്നതും വസ്തുതയാണ്. ശക്തമായ ഭൂകമ്പമുണ്ടായാലും മുല്ലപ്പെരിയാർ ഡാം തകരില്ലെന്ന് ഉന്നതാധികാര സമിതി അംഗം ജസ്റ്റിസ് കെ ടി തോമസ് വിമർശനങ്ങൾക്കിടയിലും ആവർത്തിക്കുകയാണ്. വെള്ളം നൽകാതിരിക്കലോ കരാർ ലംഘനമോ അല്ല, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം മാത്രമാണ് കേരളത്തിന്റെ ലക്ഷ്യം. അതിലൂടെ എല്ലാ ഭീതിയും അകലും. തമിഴ്നാടാകട്ടെ പുതിയ ഡാം ഉണ്ടാകുമ്പോൾ അതിന്റെ നിയന്ത്രണം പോകും എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അവർ പുതിയ ഡാമിനെ എതിർക്കുന്നു. എങ്ങനെയും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 അടിയാക്കണം. അതിനുവേണ്ടിയാണ് 142 അടിയിലേക്ക് ജലനിരപ്പ് ഉയരുമ്പോഴും കള്ളക്കളി തുടരുന്നത്. കേരളത്തെ അറിയിക്കാതെ ഷട്ടറുകൾ തുറക്കുന്നു. 142 അടിയിലും ഡാം സുരക്ഷിതമാണെന്ന ചിത്രം നൽകുന്നതിൽ അവർ വിജയിക്കുന്നുവെന്ന വിലയിരുത്തലുമുണ്ട്. ഏതായാലും മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് പരിഹാരം വിദൂരമാണ്. രാഷ്ട്രീയമായി ചർച്ച ചെയ്ത് വേണം തീരുമാനമെടുക്കേണ്ടത്. അതിനുള്ള ആർജവം ആരു കാണിക്കും എന്നതാണ് പ്രശ്നം. ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്ത ആഴ്ച.